ചില ആശങ്കകളുണ്ട്, ഒരു അശാസ്ത്രീയത ഇവിടെ കാണുന്നുണ്ട്. തീപിടുത്തം ഉണ്ടായപ്പോൾ ഇപ്പോൾ അണയ്ക്കാനൊക്കെ ആളുകൾ വന്നപ്പോഴും ഈ ഫയർ യൂണിറ്റുകൾക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടായി. അല്ല, ഇവിടെ നമ്മളിപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളല്ലല്ലോ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ വളരെ കാര്യക്ഷമമായി തന്നെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഇടപെടൽ ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുക. എത്ര സാഹസപ്പെട്ടാണ് അവർ അതിനകത്ത് കയറി വളരെ നമുക്ക് ഒരു അഭിമാനം തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് അവർ സാഹസികമായിട്ടാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ തീർച്ചയായും ആ സാഹസികത അവർക്ക് അത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നതിൻ്റെ സാഹചര്യമാണ്. അതിപ്പോൾ എവിടെ ഒരു അപകടം ഉണ്ടായാലും, ഇപ്പം എൻ്റെ വീട്ടിലായാലും നിങ്ങളെ വീട്ടിലായാലും ഒരു അപകടമുണ്ടായാൽ നമ്മൾ ആ അപകടത്തിൽ നിന്ന് തരണം ചെയ്യുക. പിന്നെ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം, അതിലൊന്നും തർക്കമില്ല. ഇപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ, ഞങ്ങളൊക്കെ ചെറുതാകുമ്പോൾ തന്നെ കാണുന്ന യൂണിഫോം വാങ്ങാൻ വരുന്ന കടകളാണ് ഇതൊക്കെ. യൂണിഫോമിൻ്റെ തുണികൾ വാങ്ങാനും പിന്നീട് സ്കൂളിലേക്ക് യൂണിഫോം വാങ്ങാനും ഒക്കെ വരുന്ന. അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ അത്രയധികം യൂണിഫോമിൻ്റെ സ്റ്റോക്കുള്ള സമയമാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അത്രയും സ്റ്റോക്ക് ഉണ്ടാവും അതിനകത്ത്, വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള സ്റ്റോക്കുള്ള കടകളാണ്, തുണിത്തരങ്ങളുടെ ഒരു വലിയ സ്റ്റോക്കുള്ള പ്രദേശമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ തീ അങ്ങനെ എളുപ്പത്തിൽ അണയാൻ സാധ്യതയില്ല. അതിങ്ങനെ വീണ്ടും കത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് വെള്ളം അടിക്കാനുള്ള ഒരു തടസ്സമുണ്ടല്ലോ. അവരുടെ ചുമരുകളുണ്ട്, ഈ കാടുകളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നീക്കി വെള്ളം അടിക്കുകയാണ്. ഏതായാലും ആളഭയമില്ലാതെ നമ്മുടെ ഈ ഒരു വലിയ തീപിടുത്ത സമയത്ത് ഒരു ആളഭയമില്ലാതായത് തന്നെ വലിയൊരു സന്തോഷം നൽകുന്ന വലിയ നഗര മധ്യത്തിലാണ്. അതുകൊണ്ട് വലിയ ആശങ്കയുണ്ട്, മറ്റ് ഇതര സ്ഥാപനങ്ങളിലേക്ക് തീ പടരുമെന്നൊക്കെ ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അത് നിയന്ത്രിക്കാനായതിൽ വലിയ ആത്മവിശ്വാസവും ആശ്വാസവും ഉണ്ട് എല്ലാവർക്കും. അത് തന്നെയാണ് ആശ്വാസം. നിങ്ങൾ നോക്ക്, 10,000 വന്നു ചേരുന്ന മൊഫീസൽ ബസ് സ്റ്റാൻഡായത്, അതും ഒരു പീക്ക് ടൈമിൽ. ഇന്നാണെങ്കിൽ ഇവിടെ MSFൻ്റെ വലിയ റാലി നടക്കുക ആ സമയത്ത്. അതാണ് ഒരു പരിധിവരെ ഇങ്ങോട്ടേക്ക് വാഹനത്തിന് നമ്മുടെ ഫയർഫോഴ്സിനൊക്കെ വരാൻ നഗരം അങ്ങ് സ്റ്റക്കായി നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുറച്ച് പേര് വലിയ പ്രകടനമായി റോഡിലൂടെ ഇറങ്ങി നടക്കുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും അതിപ്പോൾ ആര് പ്രകടനം നടത്തിയാലും ഒരു സ്റ്റക്കായി നിൽക്കുന്ന സമയത്താണ് ഈ ഫയർഫോഴ്സുകളൊക്കെ ഇങ്ങോട്ട് കയറി വരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ലാഗും അതിനിടയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ തീപിടുത്തം നടക്കുന്നത്. ആ സമയത്തായിട്ട് പോലും അത്രയും ക്രൗഡ് ഇവിടെ ഉണ്ടായിട്ട് പോലും ഒരു അപകടവും ഉണ്ടായില്ല എന്നുള്ളൊരു ആശ്വാസം, അത് തീർച്ചയായിട്ടും വലിയൊരു ആശ്വാസം തന്നെയാണ്. അങ്ങനെ അതിനെ നിയന്ത്രിക്കാൻ ഈ സംവിധാനത്തിന്, പോലീസും ഫയർഫോഴ്സിനുമൊക്കെ മറ്റുള്ളവരിലേക്ക് ഒരു പൊട്ടിത്തെറിയോ ഇതിൻ്റെ ഒരു തീയിൻ്റെ ഒരു പകർച്ചയോ തീ ഒന്ന് പടർന്ന് അപ്പുറത്തേക്ക് പോകാനോ ഒന്നും അനുവദിക്കാത്ത തരത്തിൽ അവിടെ തന്നെ തീ അങ്ങ് ഒതുക്കാൻ ഈ ഫയർഫോഴ്സും സംവിധാനത്തിനും സാധിച്ചു. അതൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്.